കാസർഗോഡ് സ്കൂളിൽ ഷൂസ് ധരിച്ച് എത്തിയതിന് +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. നിലത്ത് തള്ളിയിട്ട് വിദ്യാർത്ഥിയുടെ ദേഹത്ത് ബെഞ്ച് മറിച്ചിട്ടു. സംഭവത്തിൽ 2 വിദ്യാർത്ഥികൾക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു. സരീഷ് പി കെ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സരീഷ്, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്? പരാതി കൊടുത്തിട്ടുണ്ടോ കുട്ടിയുടെ മാതാപിതാക്കൾ? വിശദാംശങ്ങൾ. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഉച്ചയ്ക്ക് 1:30 ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയ വിദ്യാർത്ഥിയെ ഷൂസ് ധരിച്ചു എന്നാരോപിച്ചാണ് ഈ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുന്നത്. ആദ്യം ക്ലാസ് മുറിയിൽ വെച്ച് കൈകൊണ്ട് മർദ്ദിക്കുന്നു, പിന്നീട് നിലത്തേക്ക് ഇടുന്നു, നിലത്തു നിന്നും ചവിട്ടുന്നു. അതിനുശേഷമാണ് ബെഞ്ച് ഈ +1 വിദ്യാർത്ഥിയുടെ കൈക്ക് മുകളിലേക്ക് ഇടുന്നത്. അതിനെ തുടർന്ന് ഈ കൈയുടെ എല്ലിന് പൊട്ടുണ്ടാവുന്നു. തുടർന്ന് ഈ വിദ്യാർത്ഥി തന്റെ രക്ഷിതാവിനെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിൽ പരാതി നൽകാൻ രക്ഷിതാക്കൾ തയ്യാറായിരുന്നില്ല. പിന്നീട് സ്കൂൾ അധികൃതരുടെയും ഒപ്പം തന്നെ പ്രദേശവാസികളും ഉൾപ്പെടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും സീനിയർ വിദ്യാർത്ഥികളായ 2 പേരുടെ പേരിൽ ഇപ്പോൾ ആദൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പോലീസിൽ കേസെടുത്തിരിക്കുന്നത്. നിസ്സാരമായ കാര്യത്തിനാണ് ഇത്തരത്തിൽ സ്കൂളുകളിൽ സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിൽ പ്രശ്നമുണ്ടാവുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഷൂ ധരിച്ചെത്തി എന്നാരോപിച്ചുള്ള ഈ മർദ്ദനം. സരീഷ്, സ്കൂളിന്റെ വിശദീകരണം എന്താണ്? മാത്രമല്ല, ഇത് സീനിയർ വിദ്യാർത്ഥികളാണ്, ഇത് റാഗിംഗ് പരിധിയിൽ തന്നെ ആയിരിക്കില്ല വരുന്നതും? റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ മറ്റ് ഏതെങ്കിലും കാര്യമല്ല. കാരണം ഷൂസ് ധരിച്ചെത്തി, ഈ യൂണിഫോമിന്റെ ഭാഗമല്ലാതെ ഈ മഴക്കാലത്ത് എന്തിനാണ് ഷൂസ് ധരിച്ചെത്തിയത് എന്ന് ചോദിച്ചായിരുന്നു ഈ മർദ്ദനം. പ്രത്യേകിച്ച് ഈ +1 എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രം അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായും ഈ പരസ്പരം പരിചയപ്പെടുന്ന സമയം മാത്രമാണ്. അതിനിടയിൽ യൂണിഫോം ഉൾപ്പെടെയുള്ളവ പല വിദ്യാർത്ഥികൾക്കും ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും എന്തിനാണ് ഈ യൂണിഫോമിന് കൂടെ അല്ലാതെ ഷൂസ് ധരിച്ചെത്തിയത് എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. സ്വാഭാവികമായും അത് റാഗിങ്ങിന്റെ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ വരും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണത്തിന് ഈ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. എന്തായാലും 2 ദിവസം അവധിയായിരുന്നു. നാളെ ഇതുമായി ബന്ധപ്പെട്ട് PTA യോഗം ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.